ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ എലവൻ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ അടുത്ത് ചെയ്തിട്ടുള്ള വീഡിയോസിൻ്റെ താഴെയൊക്കെ കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഗ്രൂപ്പ് ഡി എക്സാം എന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം എന്നായിരിക്കുമെന്ന് ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ട്. അപ്പോൾ നിലവിൽ എക്സാമിനേഷനെ പറ്റിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് വെച്ചുകൊണ്ട് ഗ്രൂപ്പ് ഡി എക്സാം നിങ്ങൾക്ക് എന്ന് പ്രതീക്ഷിക്കാം, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ പ്രധാനമായിട്ട് നമ്മൾ ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് വരാനിരിക്കുന്ന SSC RRB പരീക്ഷകൾ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പരീക്ഷകൾ എന്തൊക്കെയാണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കും. അതിനുശേഷം ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ലോജിക്കലായിട്ട് നമ്മൾ കൺക്ലൂഷനിൽ എത്തിച്ചേരും. അതിനുശേഷം ഇനി എന്തായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പരീക്ഷയെ പറ്റിയിട്ട് കുറച്ച് നാളുകളായിട്ട് RRB കാര്യമായിട്ടുള്ള അനക്കങ്ങളൊന്നും പറയുന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസൊക്കെ നിലവിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എക്സാമിന് ജെന്യൂനായിട്ട് പഠിക്കാനിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കേസ് അതുപോലുള്ള സംഭവങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിൽ എക്സാം ക്രാക്ക് ചെയ്യുക, ജോലിയിൽ കയറുക, ഇത് മാത്രമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളോട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യവുമില്ല. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റർ ചെയ്യുന്ന കാര്യം അല്ല. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ഈ കാര്യങ്ങളാണ്. ഇതിൽ ഞാനൊരു ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന RRB പരീക്ഷകളും വരാനിരിക്കുന്ന SSC പരീക്ഷകളുമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എക്സാംസ് RRB ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, ഓൾറെഡി ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ എക്സാമിനേഷൻ ഡേറ്റ് RRB പുറത്തു വിട്ടു അല്ലേ. ഓഗസ്റ്റ് മാസം 7-ാം തീയതി തുടങ്ങി സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെ ഏകദേശം നീണ്ടു നിൽക്കുന്ന, ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയാണ്? കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 06/2024 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം ഒരു നോട്ടിഫിക്കേഷൻ കൂടെ RRB പുറത്തുവിട്ടിട്ടുണ്ട്. അതെന്താണ്? സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 07/2024 അല്ലെ. അപ്പോൾ RRB ഇതുവരെ നടത്തിയിട്ടുള്ള പരീക്ഷകളുടെ ക്രമം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ടീസിന്റെ ഓർഡർ തെറ്റിച്ചിട്ട് RRB എക്സാം കണ്ടക്ട് ചെയ്തിട്ടില്ല. ആദ്യം കണ്ടക്ട് ചെയ്ത് ALP പരീക്ഷയാണ് അല്ലെ, രണ്ടാമത് കണ്ടക്ട് ചെയ്ത് ടെക്നീഷ്യൻ പരീക്ഷയാണ്, മൂന്നാമത് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയാണ്, നാലാമത് പാരാമെഡിക്കൽ കാറ്റഗറിയാണ്, അഞ്ചാമത് ഗ്രാജുവേറ്റ് പരീക്ഷയാണ്, ആറാമത് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയാണ്, ഏഴാമത് മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി, എട്ടാമത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷയാണ് ഇനി നമ്മൾ നോക്കിക്കാണാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന, ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ. അപ്പോൾ ഇത്രയും പരീക്ഷകളാണ് RRBയുടെ അപ്കമിങ് എക്സാംസ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് പാരലായിട്ട് തന്നെ അപ്പുറത്ത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇതേപോലെ തന്നെ ആനുവൽ കലണ്ടർ ഇട്ടുകൊണ്ട് പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു കാലയളവിൽ നടക്കുന്ന പരീക്ഷകളുടെ എണ്ണമാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും പരീക്ഷകൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനകത്ത് നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കേട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷകളാണ് 4ാമത്തെ നമ്പറിൽ കൊടുത്തിട്ടുള്ള ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അഥവാ CGL എക്സാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം അഥവാ CHSL എക്സാം. അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ് MTS ആൻഡ് ഹവിൽദാർ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷകളെല്ലാം ഈ ഒരു കാലയളവിലാണ് നടക്കുന്നത്, ഈ പറയുന്ന 4, 6, 7 നമ്പറിലുള്ള കാലം. അപ്പോൾ ഈ രണ്ട് പരീക്ഷകളും അല്ലെങ്കിൽ RRBയും SSCയും ഈ ഒരു കാലയളവിൽ ഇത്രയും പരീക്ഷകൾ കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, NTPC പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടീസ് ഞാൻ നേരത്തെ കാണിച്ച ഡേറ്റ് മനസ്സിൽ വെക്കുക. ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 8 വരെ NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയാണ്. അപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി വരെ എന്തായാലും ഗ്രൂപ്പ് ഡി എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഓൾറെഡി നമ്മളിവിടെ കണ്ടു, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ കഴിഞ്ഞാൽ ഏത് കാറ്റഗറി കൂടെ ഉണ്ട്, നമുക്ക് സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 07/2024 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മിനിസ്റ്റീരിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി പരീക്ഷയും കൂടെ RRB കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബർ 8 കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 07/2025 പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കലണ്ടറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഞാൻ ജൂലൈ മാസം തൊട്ട് നടക്കാൻ സാധ്യതയുള്ള പരീക്ഷകളുടെ സ്നിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ കാണുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു കാലയളവ് കവർ ചെയ്യുന്നത് അല്ലേ. NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ നമ്മൾ പറഞ്ഞത് പ്രകാരം ഓഗസ്റ്റ് 7 മുതൽ സെപ്റ്റംബർ 8 വരെ എന്ന് പറഞ്ഞു. ഏകദേശം ഇത്രയും സമയം. അപ്പോൾ ഈ ഒരു സമയം, ഈ 5, 6, 7, 8 കാറ്റഗറിയിലുള്ള പരീക്ഷകൾ നടക്കുമ്പോൾ NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷ RRB കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ,
RRB NTPC അണ്ടർ ഗ്രാജുവേറ്റ് ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴേക്കും അത് തീരും. 8 സെപ്റ്റംബറിനാണ് അത് തീരുന്നത് അല്ലേ? അപ്പോൾ 8-ാം തീയതി ഇത് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഈ ഒരു കാലയളവിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സെൻട്രൽ എംപ്ലോയ്മെന്റ് നോട്ടീസ് 07/2024, അതായത് 8-നും 18-നും ഇടയിൽ ഇവിടെ CHSL എക്സാം നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നമ്മുടെ മിനിസ്റ്റീരിയൽ പോസ്റ്റുകളുടെ എക്സാം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ അതിന് 1000 ചില്ലാൻ ഒഴിവുകളാണ് ഉള്ളത്. 1064 കാറ്റഗറിയിലാണ് പരീക്ഷ നടത്തുന്നതാണെങ്കിലും ഒഴിവുകൾ കുറവായത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിനെ പോലെ തന്നെ ഒരു മാസം ഒന്നും ഈ പറയുന്ന ഈ കാറ്റഗറിയിലുള്ള എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരു മാസം ഒന്നും നമുക്ക് ആവശ്യം വരില്ല. RRB മാക്സിമം ഈ പറഞ്ഞ പോലെ ഒരു 5 ദിവസം എടുത്തു എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെപ്റ്റംബർ 15, സെപ്റ്റംബർ 18 ആകുമ്പോഴേക്കും ആ എക്സാമും നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാം നടത്താനുള്ള സാധ്യത ലോജിക്കലി ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഈ ഒരു ഡേറ്റിന് ശേഷം, അതായത് ഒരു സെപ്റ്റംബർ മാസം 20-ാം തീയതി തൊട്ട് എന്ന് വേണമെങ്കിലും, അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ 15 മാക്സിമം, അതിനുശേഷം എന്ന് വേണമെങ്കിലും നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാം പ്രതീക്ഷിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സെപ്റ്റംബർ 20 എന്ന് പറയുന്ന ഒരു ഡേറ്റ്, അല്ലെങ്കിൽ സെപ്റ്റംബർ 15 തൊട്ട് അങ്ങോട്ടുള്ള ഒരു ഡേറ്റ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കേസ്, നൂലാമാലകൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ മറന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 20-ന് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. കാരണം RRB വളരെ കൃത്യമായിട്ടാണ് ഇപ്പോൾ പരീക്ഷകൾ നടത്തി വരുന്നത്. ഈ ഒരു കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലയളവ് നിങ്ങൾ എടുത്താൽ മതി അല്ലേ? ജൂൺ 28-ന് ടെക്നീഷ്യൻ ഗ്രേഡ് 3 ആൻഡ് ടെക്നീഷ്യൻ ഗ്രേഡ് 1-ന്റെ റിസൾട്ട് വന്നു അല്ലേ? അതിനുശേഷം ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ CBAT-ന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ 12ഓളം വരുന്ന കാറ്റഗറിയിലേക്കുള്ള RRBകളുടെ റിസൾട്ട് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനിടയിൽ NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. സ്റ്റിൽ SSCയുടെ കലണ്ടർ നിലവിൽ ഇരിക്കെ തന്നെയാണ് RRB എന്ത് ചെയ്തത്? ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ RRB കാര്യങ്ങളെല്ലാം സ്പീഡപ്പ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാര്യങ്ങളെല്ലാം മുറ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന സെപ്റ്റംബർ മാസം അവസാനമാകുമ്പോഴേക്കും ഗ്രൂപ്പ് ഡി എക്സാം പ്രതീക്ഷിച്ചിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ RRB ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും തരുന്നില്ല എന്നിരിക്കെ നിങ്ങൾ ഉഴപ്പിയിരിക്കരുത്. നിങ്ങളുടെ മുന്നിൽ ഇനി ഏകദേശം ഒരു 70-75 ദിവസങ്ങളാണ് ഉള്ളത്. ആ 75 ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സാമിൻ്റെ ഏകദേശം എക്സാം എന്നായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ നിങ്ങളുടെ മനസ്സിൽ വന്നു. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നു, സാറെ കേസ് ഉണ്ടായിരിക്കുമല്ലോ, എക്സാം മാറ്റി വെക്കാമല്ലോ, CGL MTS പോലുള്ള പരീക്ഷകളുണ്ടല്ലോ, എക്സാം മാറ്റി വെക്കാമല്ലോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റുക. NTPC അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ CGL എക്സാം നടക്കുന്നത്. RRB നിലവിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതിനെ മാറ്റാനുള്ള യാതൊരു നീക്കവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇനി മാറ്റിയാൽ നല്ലത്, നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കിട്ടും, പഠിക്കാം. നമുക്കതിനെ ഈ പറഞ്ഞ പോലെ 2 കൈ നീട്ടി സ്വീകരിക്കാം. ആ മാറ്റത്തെ സ്വീകരിച്ചുകൊണ്ട് ആ സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സാമിന് വേണ്ടി പഠിക്കാം. കേസ് കൊണ്ട് ഗ്രൂപ്പ് ഡി എക്സാം നീണ്ടു പോവോ? ഈ പറഞ്ഞ പോലെ MTS പരീക്ഷ, CHSL പരീക്ഷ കാരണം ഗ്രൂപ്പ് ഡി എക്സാം നീണ്ടു പോകുമെന്ന് തന്നെ വിചാരിക്കുക. പഠിക്കാതിരിക്കേണ്ട ആവശ്യം എന്താ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ച് സമയം കളയേണ്ട കാര്യം എന്താ? അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളെ ബാധിക്കുന്ന കാര്യം എന്താ? സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കവർ ചെയ്തോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ എക്സാമിന് വരുന്ന സമയത്ത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളെ ബാധിക്കുന്നത്. അപ്പോൾ ആ കാര്യം മനസ്സിലങ്ങ് ഉറപ്പിക്കുക. അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എക്സാമിൻ്റെ ഡേറ്റ് ഏകദേശം സെപ്റ്റംബർ മാസം അവസാനമാകുമ്പോൾ ഗ്രൂപ്പ് ഡി പരീക്ഷ ഉണ്ടാവുമെന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പ്രതീക്ഷിക്കാം? നിലവിലെ സാഹചര്യത്തിൽ സെപ്റ്റംബർ അവസാനമോ ഒക്ടോബർ ആദ്യമോ ആയിട്ട് പ്രതീക്ഷിക്കാം. അത് വിട്ടു പോവില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇനി എന്തായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ? അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇതാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് ജനറൽ സയൻസ് എന്ന് പറയുന്നതിന് 25 മാർക്കുണ്ട്. 25 ചോദ്യം 25 മാർക്ക്. മാത്സ് എന്ന് പറയുന്നതിന് 25 ചോദ്യം 25 മാർക്ക്. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്നതിന് 30 ചോദ്യം 30 മാർക്ക്. ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതിന് 20 ചോദ്യം 20 മാർക്ക്. എന്തായിരിക്കണം ഇനി ഇവിടെ നിങ്ങളുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്? മാത്സും റീസണിങ്ങും കൂടെ 55 ചോദ്യങ്ങളുണ്ട്. ഈ 55 ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ 2024 ചോദ്യപേപ്പറുണ്ട്. ടെക്നീഷ്യൻ പരീക്ഷ 2024 ചോദ്യപേപ്പറുണ്ട്.
ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2024 പേപ്പർ ഉണ്ട് അല്ലേ? NTPC പരീക്ഷ ഗ്രാജുവേറ്റ് ലെവൽ CBT 1 2024 പേപ്പേഴ്സ് ഉണ്ട്. ഇത്രയും പേപ്പറുകൾ, ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ഇതിന്റെ റെസ്പോൺസ് ഷീറ്റുകൾ, അതിന്റെ ഫൈനൽ ആൻസർ കീസ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലഭ്യമാണ്. ഇത്രയും പരീക്ഷകൾ ഓൾറെഡി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഈ പേപ്പറുകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വേണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള 75 ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ജനറൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. 25 മാർക്കാണ് ആ വിഷയത്തിനുള്ളത്. ഏറ്റവും കൂടുതൽ സയൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മറ്റൊരു പരീക്ഷ RRB കണ്ടക്ട് ചെയ്യുന്ന ഏതാണെന്ന് അറിയോ? ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം ആണ്. ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം. അപ്പോൾ 2024 ടെക്നീഷ്യൻ ഗ്രേഡ് 3 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 40 മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ 10-12 ഷിഫ്റ്റുകളിലായിട്ടാണ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം 2024 കണ്ടക്ട് ചെയ്തത്. അപ്പോൾ 40 മാർക്കിന്റെ അത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ആ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനറൽ സയൻസിലെ ടെക്നീഷ്യൻ ഗ്രേഡ് 3യുടെ ലെവൽ 2 പോസ്റ്റാണിത്. ലെവൽ 2 പോസ്റ്റാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിൽ കുറേ ചോദ്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് കിട്ടും. ഇനി മാത്സിന്റെ അവസ്ഥ എന്താണ്? മാത്സ് റീസണിങ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ കാണുന്നതിൽ എല്ലാത്തിനും ടെക്നീഷ്യൻ ഗ്രേഡ് 1 ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മാത്സിന്, റീസണിങ്ങിന്, അസിസ്റ്റന്റ് ലോ കോപ്പൈലറ്റ് എക്സാം ആയിക്കോട്ടെ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാം ആയിക്കോട്ടെ, ജൂനിയർ എഞ്ചിനീയർ എക്സാം ആയിക്കോട്ടെ, NTPC ഗ്രാജുവേറ്റ്, NTPC അണ്ടർ ഗ്രാജുവേറ്റ്, ഈ പറഞ്ഞ എല്ലാ പരീക്ഷകൾക്കും മാത്സിന്റെ റീസണിങ്ങിന്റെ സിലബസ് സെയിമാണ്. അപ്പോൾ എത്രയോ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതെല്ലാം സോൾവ് ചെയ്യണം. ഈ പറഞ്ഞ 75 ദിവസം കൊണ്ട് ഇതെല്ലാം സോൾവ് ചെയ്ത് പഠിക്കണം. പിന്നെ ജനറൽ അവയർനെസിന്റെ കാര്യം എന്താ? ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. കറണ്ട് അഫയേഴ്സ് NTPC ഗ്രാജുവേറ്റ് ലെവൽ 2024 CBT 1 അതിന്റെ റെസ്പോൺസ് ഷീറ്റ് വരെ ഇപ്പോൾ ലഭ്യമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ജൂലൈ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ചോദ്യ പേപ്പറുകൾ പഠിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാ ചോദ്യ പേപ്പറുകളും സോൾവ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. RRB കണ്ടക്ട് ചെയ്യുന്ന പരീക്ഷകളാണ് എല്ലാം എന്നിരിക്കെ ഒന്നിൽ ചോദിച്ച ചോദ്യം മറ്റൊന്നിൽ റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ സംശയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി NTPC ഗ്രാജുവേറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ള റിവിഷൻ സീരീസ്, സൂപ്പർ റിവിഷൻ സീരീസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ ആ വീഡിയോ സീരീസ് കാണാത്ത കുട്ടികളാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതിനകത്തുള്ള ഒരുപാട് ചോദ്യങ്ങൾ നേരെ ഗ്രാജുവേറ്റ് ലെവലിൽ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ പൊളിറ്റിയിൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പൊളിറ്റിയുടെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിന്റെ വീഡിയോ പോയിരുന്ന് നോക്കുക. അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതിൻ്റെ പുറത്ത് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ 75 ദിവസം നിങ്ങൾ ടൈറ്റായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാം വരുന്ന സമയത്ത് കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം, പുട്ടുപോലെ എക്സാം അടിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതായിരിക്കണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പ് D ബാച്ചിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ ജോയിൻ ചെയ്യാം. NTPC സൂപ്പർ ബാച്ചിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം NTPC അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ NTPC CBT 2 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സൂപ്പർ ബാച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ബാച്ചിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോയുടെ താഴെ നമ്മൾ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.